ഇന്ന് എൻ്റെ കയ്യിലുള്ളത് മാക് മിനിയാണ്. ഇത് ആപ്പിളിൻ്റെ മാക് മിനിയാണ്. നിങ്ങൾക്കൊക്കെ ഡൗട്ട് കാണും എന്താണ് ഇങ്ങനെ ബോക്സ് എന്ന്. ബിക്കോസ് ആപ്പിളിൻ്റെ PCs എല്ലാം വരുന്നത് ഇതുപോലെ ഒരു ബോക്സിലാണ്. ഇപ്പം മാക്ബുക്ക് ആയിക്കോട്ടെ, മാക് മിനി ആയിക്കോട്ടെ, ആപ്പിളിൻ്റെ മാക് ഡിവൈസസ് എല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഐപാഡും ഐഫോൺസും മാത്രമേ ഉള്ളൂ നോർമൽ ബോക്സിൽ വരും. ഈ ബോക്സിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഞാൻ മേടിച്ചത് ആപ്പിളിൻ്റെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഈ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കായംകുളത്താണ്. ഇത് മാക് മിനിയുടെ M2 ചിപ്പിൽ വരുന്നതാണ്. ഇത് 256 ഇൻറ്റേർണൽ വരുന്ന ബേസ് മോഡലാണ്. ഇതിന് റേറ്റ് വരുന്നത് സംതിങ് അറൗണ്ട് 60 സംതിങ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 60,000 റുപ്പീസാണ് എക്സാക്ട്ലി. നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. പേപ്പർ ബോക്സ് ഉണ്ട്, ഒരു കേബിൾ വരുന്നുണ്ട്. ബ്രൈഡഡ് കേബിൾസ് ഒന്നുമല്ല, നോർമൽ കേബിളാണ്. യൂഷ്വലി 2 സ്റ്റിക്കേഴ്സ് ആയിരുന്നു വരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ സ്റ്റിക്കറേ ഉള്ളൂ. പിന്നെ കുറച്ച് പേപ്പർ ബോക്സാണ്. ഇത് പൊട്ടിക്കാം. പണ്ടത്തെ മാക് മിനിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ മെമ്മറിയൊക്കെ. പക്ഷേ ഇപ്പോഴത്തേനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 256 ഇത് അപ്ഗ്രേഡ് ചെയ്യാനേ പറ്റില്ല. ഇതിനകത്ത് RAM 8 GB അതും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് ലൈഫ് ലോങ് അത് തന്നെ യൂസ് ചെയ്യണം. ഇതിന് ഫ്രണ്ടിൽ വേറൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. സോറി, ഫ്രണ്ടല്ല, ബാക്ക്. ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഇത് പവർ സോഴ്സ് വരുന്നുണ്ട്, ഇതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്, 2 C പോർട്ട് വരുന്നുണ്ട്, ഒരു HDMI വരുന്നുണ്ട്, 2 USB-യുടെ പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പവർ ബട്ടൺ വന്നിരിക്കുന്നത്. ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ ഒരു പവർ ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. നമ്മുടെ മാക് മിനി മേടിച്ചത് കായംകുളത്തുള്ള ക്രിയേറ്റീവ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം ഇപ്പോൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ മാക് മിനിയുടെ ഒരു ക്വിക്ക് അൺബോക്സിങ് വീഡിയോ. അപ്പം ഉറപ്പായിട്ടും നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.